ഇപ്പം കഴക്കൂട്ടത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കഴക്കൂട്ടത്ത് ഞാൻ കേട്ടത് കഴക്കൂട്ടത്ത് ശ്രീ മുരളീധരൻ BJPയുടെ കാൻഡിഡേറ്റ് വളരെ ശക്തമായ പ്രകടനമാണ്. പക്ഷേ ഈ കടകംപള്ളി പഴയ വാർ ഹൗസാണ്. അതുപോലെ തന്നെ ശരത് ചന്ദ്ര പ്രസാദ് നിൽക്കുന്ന അദ്ദേഹം കോൺഗ്രസിലെ ഒരു ഒരു ഗറില്ല പോരാളിയാണെന്നാണ് പലരും പറയുന്നത്. താങ്കൾ പറഞ്ഞ പോലെ BJP പോകാൻ അദ്ദേഹം ശ്രമിച്ചു കാണും. പക്ഷെ അദ്ദേഹം വളരെ സർപ്രൈസ്, നേരത്തെ ഇതുപോലൊരു ഇലക്ഷന് 500 വോട്ടിന് അദ്ദേഹം ജയിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രൗണ്ട് വർക്കിന് സാധ്യത അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ രണ്ട് തിരുവനന്തപുരത്തുകാരും, മുരളീധരൻ തിരുവനന്തപുരംകാരനല്ലല്ലോ, അദ്ദേഹം തലശ്ശേരിക്കാരനാണ്. ആ ഒരു ഫൈറ്റില് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതെ, കഴക്കൂട്ടം അപ്പക്കെട്ടകരമാം വിധം ഒരുപക്ഷെ നേമത്തേക്കാൾ BJP RSSന് വിജയ സാധ്യതയുള്ള മണ്ഡലമാണെന്നാണ് എനിക്ക് കഴക്കൂട്ടം അറിയാം. പല ഞാൻ മത്സരങ്ങൾ കവർ ചെയ്തിട്ടുള്ള ആളാണ്. കഴക്കൂട്ടത്ത് പണ്ട് വർക്കല കഹാർ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ച സ്ഥലമാണ്. ശശി എന്ന എന്റെ വേണ്ടപ്പെട്ട ഡോക്ടർ കഴിഞ്ഞ മത്സരത്തിൽ മത്സരിച്ച ഡോക്ടർ ലാൽ എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം വളരെ ദയനീയമായി കഴിഞ്ഞ തവണ തോറ്റതാണ്. വർക്കല കഹാർ വിജയിച്ചതാണ്. എന്നാൽ കഴക്കൂട്ടം നമ്മുടെ കടകംപള്ളിയുടെ തട്ടകവും, കാരണം അത് BJPയുടെ പോകുന്ന വോട്ടുകൾ പോലും പിടിക്കാൻ കഴിയുന്ന ബന്ധങ്ങളും ഒക്കെ ഉള്ള ആളാണ്. കടകംപള്ളിയാണ് ഏറ്റവും ശക്തനായ CPM സ്ഥാനാർത്ഥി. അതിൽ സംശയം എനിക്കില്ല. മുരളീധരനും വളരെ ശക്തനായ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഇവിടെയും ശരത്ചന്ദ്ര പ്രസാദ് ജയിക്കുന്ന പ്രശ്നമില്ല. ഒരുപക്ഷെ അദ്ദേഹം ഡോക്ടർ ലാലിനേക്കാൾ നല്ല ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ടും അദ്ദേഹത്തിന് കോൺഗ്രസ് സംഘടനയിലും മറ്റും പഴയ കരുണാകരന്റെ വളരെ ആശ്രിതനായി മുന്നോട്ട് വന്ന നേതാവാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് കടുത്ത രാഷ്ട്രീയ അഭിപ്രായങ്ങളും ഒന്നുമില്ല. അദ്ദേഹം ഒരിക്കൽ പേടിപ്പിച്ചതാണ്, കോൺഗ്രസിൽ എന്തോ സ്ഥാനം കിട്ടാതിരിക്കുമ്പോൾ ഞാൻ BJPയിൽ പോകുന്നു, മോഡി വരുമ്പോൾ ഒരു വാർത്തകൾ ഉള്ളതാണ്. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന് കഴിഞ്ഞ തവണത്തേക്കാൾ കോൺഗ്രസിന് വോട്ട് പിടിക്കുമെങ്കിലും ഇവിടെ പ്രധാന കാര്യം കടകംപള്ളിക്കുള്ള നിഷേധ വോട്ടുകളാണ്. കാരണം ഈ അയ്യപ്പൻ പ്രശ്നം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ഫാക്ടർ ആണെങ്കിൽ അത് വാസവനേക്കാൾ കൂടുതൽ ബാധിക്കുക കടകംപള്ളിയാണ്. അതെന്താണെന്ന് വെച്ചാൽ അതിന്റെ ഈ രാഷ്ട്രീയത്തിൽ ഉത്തരവാദിത്തം മാത്രമല്ലല്ലോ, പ്രതീതി ഇംപ്രഷൻ ദാറ്റ് യു ക്രിയേറ്റ്. അപ്പൊ കടകംപള്ളി ഒരു ഡിഫെൻസീവിലാണ്. അദ്ദേഹം ദേവസ്വം മന്ത്രി എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന്റെ ഇടപാടുകളെ പറ്റിയുള്ള സംശയങ്ങൾ, അതുകൊണ്ട് അദ്ദേഹം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അനാവശ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ഹിന്ദുത്വ ചുവയോടുകൂടി സംസാരിച്ചെടുക്കുന്നു. ഇങ്ങനെ ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി ഒരിക്കലും പറഞ്ഞു കേൾക്കാത്ത ഭഗവതി പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറയുന്നു. അത് എനിക്ക് അറിഞ്ഞുകൂടാ അത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഹിന്ദു ഉണ്ടെങ്കിൽ അത് ആർക്കാരും പോകും, BJPക്കാണോ കോൺഗ്രസിനാണോ? സംശയമില്ല മുരളീധരൻ വളരെ പരിണിതിപ്രജ്ഞനായ BJP സ്ഥാനാർത്ഥിയാണ്. അതെങ്ങനെ ഉറപ്പിച്ച് പറയാം? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്, നാമജപ ഘോഷയാത്രയുടെ പ്രയോജനം മുഴുവനും കിട്ടിയത് കോൺഗ്രസിനാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ നോക്കുവാണെങ്കിൽ? അല്ല, അയ്യപ്പന്റെ വോട്ട് ഇത്തവണ കൂട്ടത്തോടെ UDFന് പോകുന്നു എന്നുള്ള ഒരു വായന. ഒന്ന്, ഇവിടെ അയ്യപ്പന്റെ കഴിഞ്ഞ തവണത്തുള്ള ആചാരപരമായ പ്രശ്നമല്ല, ഇവിടെ കളവിന്റെ പ്രശ്നമാണ്. അത് വൈകാരികമായി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ ബാധിക്കുന്ന പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആന്റി ഇൻകുംബൻസി ഫീലിംഗ് ആണ്. അതാണ് ഇവിടുത്തെ പ്രധാനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സ്ത്രീ പ്രവേശം പോലെയുള്ള ഒരു വൈകാരിക ഇഷ്യൂ അല്ല, അതിന്റെ ഏറ്റവും വലിയ ഇര പിണറായി സർക്കാരുമാണ്. അല്ല, ശരത്ചന്ദ്ര പ്രസാദിന് അതിന്റെ പേരിൽ വോട്ട് കിട്ടുകയെന്നും അത് മുരളീധരനെ കിട്ടാതിരിക്കുന്നത് എനിക്ക് അചിന്ത്യമാണ്. അവിടെ മത്സരം കൃത്യമായി നമ്മുടെ കടകംപള്ളി സഖാവും മുരളീധരനും തമ്മിലാണ്. അതിൽ മുരളീധരന് ചെറിയ മുൻകൈ ഉണ്ടെന്നുള്ളതാണ്
എനിക്ക് കിട്ടുന്ന അറിവ്, ഞാൻ അവിടെ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വേറെ എന്താ, അല്ല പോയാൽ മാത്രം ഒരു മാധ്യമ പ്രവർത്തകന് ഒന്നും പ്രവചിക്കാൻ കഴിയുകയില്ല. നമുക്ക് ആകെയുള്ള നമ്മളുടെ, അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു വിലയിരുത്തൽ അത്ര മാത്രമേ ഉള്ളൂ. അത് താങ്കൾ ഏറ്റെടുക്കുകയേ വേണ്ട. ഈ പറഞ്ഞതെല്ലാം എന്റെ മാത്രമാണ്, തെക്കു വടക്കിന്റെ എല്ലാ ചെറിയാന്റെയുമല്ല. അപ്പൊ ഞാൻ പറയുന്നു, നമ്മളെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് അത്. ഞാൻ ഡൽഹിയിലാണ്, എന്റെ പരിമിതമായ ഇതാണ്, താങ്കളുടെ ഗ്രൗണ്ടിലാണ്, അതിന്റെ വ്യത്യാസമുണ്ട്. നമുക്ക് മഞ്ചേശ്വരത്തിലേക്ക് പോകാം സാർ. താങ്കൾ പറഞ്ഞ മഞ്ചേശ്വരം വളരെ സ്ട്രോങ് ആയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം 500-800 എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ആ ഏരിയയിൽ വീടുള്ള ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പ്രാവശ്യം അത് ഉണ്ടാകത്തില്ല. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കർണാടകത്തിലെ BJP സർക്കാരിന്റെ ആളും അർത്ഥവും സുരേന്ദ്രന് വളരെ ധാരാളമായി കിട്ടിയിരുന്നു. ഈ പ്രാവശ്യം അതില്ല. കർണാടകത്തിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അതുപോലെ പണ്ടത്തെ പോലെയുള്ള ഒരു മൊബിലൈസേഷൻ BJP കർണാടക യൂണിറ്റിന്റെ സഹായത്തോടെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് കാൻഡിഡേറ്റ് ജയിക്കും എന്ന് വളരെ ഉറപ്പിച്ചു പറയുന്നു. എന്താണ് താങ്കളുടെ രീതി? അല്ല, താങ്കളുടെ സുഹൃത്ത് പറഞ്ഞതിന് അത് നടക്കട്ടെ എന്നാണ് എൻ്റെ അഭിലാഷം. പക്ഷേ അതത്ര എളുപ്പത്തിൽ ഈ പറയുന്ന രീതിയിൽ കർണാടക സർക്കാർ ഇല്ലാത്തത് കൊണ്ട് അവിടെ പണത്തിന് സുരേന്ദ്രന് ഒരു കുറവുമില്ല. പാലക്കാട് ഒരു വോട്ടിന് 5000 താങ്കൾ കണ്ടതാണ് അല്ലെ? ശോഭാ സുരേന്ദ്രൻ 5000 രൂപയുടെ കെട്ട്, 500ന്റെ കെട്ടുകൾ, 500 ഇൻറ്റു എത്രയാണ്, അത്രയും കെട്ടുകൾ കൊണ്ട് ഒരു സ്ത്രീ, ഒരു BJPയുടെ പ്രതിനിധി ഒരു വോട്ടർക്ക് കൊടുക്കുന്ന കണ്ടാണ്. അതാണ് തോത്. ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ BJP ഇറക്കുന്ന പണം വാസ്തവത്തിൽ അത് കഴിഞ്ഞ പിന്നെ പിണറായി വിജയന്റെ ബോർഡുകൾക്കും ഫെക്സുകൾക്കും കോൺഗ്രസ് വളരെ പുറകിലായിരുന്നു അത്തരത്തിൽ പണം ഒഴുക്കിന്റെ കാര്യത്തിൽ, അതും കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിച്ചിരുന്നത്. അത് UDFന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇത് ഈ അമിതമായിട്ടുള്ള പിണറായി ഊന്നിക്കൊണ്ടുള്ള പ്രചരണവും BJPയുടെ പണം ഒഴുക്കും. ഇപ്പൊ ശോഭാ സുരേന്ദ്രത്തെ നമ്മൾ ചർച്ച ചെയ്തില്ല. പക്ഷെ മഞ്ചേശ്വരത്തെ ഞാൻ പറയുന്നത് അപകടകരമാം വിധം ഇപ്പോഴും സുരേന്ദ്രൻ സൂക്ഷിക്കണം. കാരണം CPIMന്റെ അനുഭാവികൾ RSS ജയിക്കരുത് എന്നുള്ള പേരിൽ ലീഗിന് വോട്ട് ചെയ്യുന്ന ഒരു പ്രതിഭാസം അത് ഇത്തവണ ഉണ്ടാകാൻ സാധ്യമല്ല. അതാണ് ഞാൻ കാണുന്ന അടിസ്ഥാന പ്രശ്നം. ഒരു സാധാരണ ഇടതുപക്ഷ അനുഭാവി ഈ RSSകാരൻ ജയിക്കരുത് എന്ന് പറഞ്ഞ് UDF വോട്ട് ചെയ്യുന്ന ഒരു ആവാസ വ്യവസ്ഥയല്ല പിണറായിയും CPM ഇന്ന് കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് നമ്മളുടെ അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട, നമ്മളൊക്കെ ഭയപ്പെട്ട ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു BJPയായിട്ടുള്ള ഒരു മൃദു സമീപനമാണ് അവിടെ നടക്കുന്നത്. അത് പ്രകടമാവുക ഇങ്ങനെയാണ്. അത് പ്രകടമാവുക പ്രസ്താവനയിലല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയുടെ മനസ്സിൽ ഇവരാണ് മുഖ്യമായി നമ്മുടെ നാട്ടിൽ നിന്ന് തുരത്തേണ്ടത് എന്ന ഒരു ബോധം. അങ്ങനെയാണ് പലപ്പോഴും ശശി തരൂർ ജയിച്ചിട്ടുള്ളത്, അങ്ങനെയാണ് പലപ്പോഴും സുരേന്ദ്രൻ തോറ്റിട്ടുള്ളത്. അത് ആവർത്തിക്കാത്തൊരു രാഷ്ട്രീയ അന്തരീക്ഷം വളരെ വളരെ നിർഭാഗ്യവശാൽ കേരളത്തിലെ CPM നേതൃത്വം എടുത്തു. അത് ഹിന്ദു വോട്ടുകൾ കിട്ടുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണെങ്കിൽ അത് പരാജയമാണ്. 2 സീറ്റുകളുടെ ഇടയിൽ വീഴാനാണ് ഇടതുപക്ഷ പ്രസ്ഥാനം പോകുന്നത് എന്നാണ് എൻ്റെ ഭയാശങ്ക. അതൊക്കെ മഞ്ചേശ്വരത്ത് ഞാൻ താങ്കളോട് പറഞ്ഞതുപോലെ ഒരു ക്രിസ്ത്യൻ കൊങ്കണി സ്ഥാനാർത്ഥിയെ അവർ നിർത്തിയിട്ടുണ്ട്. അത് എങ്ങനെ ഇടപെട്ടു എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ലത്തീൻ സഭ അവരെ ഒരു 7000-ഓളം കൊങ്കണി സ്പീക്കിംഗ് കാത്തലിക്സ് നമ്മളോട് ഒരു പരിപാടിയിൽ പറഞ്ഞതാണ്. അതിന്റെ മൈക്രോ മാനേജ്മെന്റ് എങ്ങനെ നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എങ്കിൽ പോലും ഭയപ്പെടേണ്ട സീറ്റാണ്. പിന്നെ പണത്തിനൊന്നും കുറവില്ല. കാറുകൾ, പിന്നെ അവരെപ്പോഴും പണവും പ്രകടനങ്ങളും എല്ലാം ചുരുക്കും. കാരണം അത്ര അമിത പ്രകടനം നടത്തിയാൽ മുസ്ലിം ജനത അതിവേഗം അവരുടെ വോട്ടുകൾ നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രകടിപ്പിക്കുമെന്നറിയാം. അതുകൊണ്ട് പതിവ് പോലെ സുരേന്ദ്രൻ വളരെ വളരെ ലോ പ്രൊഫൈൽ ആയിട്ടുള്ള ക്യാമ്പയിനാണ് നടത്തിയിട്ടുള്ളത്. പൈസ ഇഷ്ടം പോലെ ഇറക്കിയിട്ടുണ്ട്. ഈ പറയുന്ന സ്ഥാനാർത്ഥിയെ പോലും, 3ാം സ്ഥാനാർത്ഥിയെ പോലും വലിയ പൈസ കൊടുത്തുകൊണ്ടാണ് ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും നമ്മൾ ഭയപ്പെടേണ്ട ഒരു സീറ്റ് തന്നെയാണ് മഞ്ചേശ്വരം. ചിലർ പറയുന്നു കാസർഗോഡാണ് നഷ്ടപ്പെടാതെ, എനിക്ക് അറിഞ്ഞുകൂടാ. അത് വളരെ അടുത്ത കാലത്ത് ഞാൻ അവിടെ പോയതിന് ശേഷമൊക്കെ വളരെ വൈകി വന്നിട്ടുള്ള ഒരു അറിവാണ്. അതിനെപ്പറ്റി പറയാൻ ഞാൻ യോഗ്യനല്ല. പക്ഷെ മഞ്ചേശ്വരം അപകട മേഖലയിൽ തന്നെയാണ്.
ഓക്കെ. ഇപ്പൊ നമുക്ക് പാലക്കാട്ടേക്ക് വരാം സർ. പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ വളരെ അഗ്രസീവായിട്ട് നിൽക്കുന്നു. പക്ഷെ പാലക്കാട് ഇപ്പോൾ പറയുന്നത് ആ, കോൺഗ്രസ്സുകാർ വളരെ സമർത്ഥമായി ചെയ്ത എക്സ്പോസെ, അത് കോൺഗ്രസിന്റെ എക്സ്പോസെ ആയിരുന്നാണ് ഞാൻ കേട്ടത്. പണം കൊടുക്കുന്നത് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്ത് അവരെ തികച്ചും ഡിഫൻസീവിലാക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് അവർക്കെതിരെ പോയി എന്ന് പറയുന്നു. പക്ഷെ പാലക്കാട് നമുക്ക് BJP അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ? അല്ല, ഇത് വളരെ എളുപ്പമാക്കിയ ഒരു 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 സീറ്റാണ്. അത് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് സ്വയം സെൽഫ് ഗോൾ അടിച്ച് BJP കോൺഗ്രസിന് സുഖകരമായ ഒരു വാക്ക് ഓവറിന് ഇടം കൊടുത്ത മണ്ഡലമാണ് പാലക്കാട്. ഒരു പക്ഷേ ഇത് അതില്ലായിരുന്നെങ്കിൽ അതിനോട് സംബന്ധിച്ച് ഈ പറയുന്ന പോലെ പണം കൊടുക്കുന്നതും അതിനോടുള്ള അവരുടെ പ്രതികരണവും അതിനുശേഷം അതിന് BJPയിൽ ഉണ്ടാക്കിയ കുഴപ്പങ്ങളും എല്ലാം പരസ്യമായി പാലക്കാട്ടെ വോട്ടർമാരും കാണുകയാണല്ലോ. അപ്പൊ ഞാൻ പാലക്കാട് 2 തവണ സന്ദർശിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് പ്രചരണത്തെ കുറിച്ച് നല്ല ഒരു ഫീലുമുണ്ട്. ഇത് സുരേന്ദ്രൻ ചെയ്യുന്ന പോലെ തന്നെ മുസ്ലിം വോട്ടുകളെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ശോഭാ സുരേന്ദ്രൻ വലിയ ബോർഡുകളും വലിയ പ്രചരണ കോലാഹലങ്ങളും നടത്താതെ തന്നെയാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ അതിന് 2 കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. മുസ്ലിങ്ങൾ എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തിയാലും ഇനി ഇപ്പുറത്ത് റാവുത്തർ എന്ന് പറയുന്ന റാവുത്തർ ബിരിയാണിയുടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മോതിരം അടയാളത്തിൽ നിൽക്കുന്ന ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ്. എനിക്ക് തോന്നുന്നത്, ഞാൻ സംസാരിക്കുകയും ചെയ്തു നിരവധി മുസ്ലിം സഖാക്കളോടും കച്ചവടക്കാരോടും സാധാരണ മനുഷ്യരോടും. പക്ഷെ അവരെല്ലാം എനിക്ക് തരുന്ന ഒരു അഷ്വറൻസ്, ഇല്ല, ഞങ്ങൾ മുസ്ലിം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട്, CPM-നായി ഒരു മുസ്ലിം സ്വതന്ത്രം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. കാരണം അദ്ദേഹത്തിന്റെ ഹോട്ടലിന്റെ തൊട്ട് മുൻപിലുള്ള ഒരു കച്ചവടക്കാരൻ എന്നോട് പറഞ്ഞു, എന്റെ കച്ചവടവും അവരുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, പക്ഷെ വോട്ട് ഞാൻ ഇത്തവണ പിശാലിടിക്കാം എന്നത്തെയും പോലെ എന്നുള്ള അഭിപ്രായം പറയും. ഇതൊക്കെ വ്യക്തമാണ് ആളുകളുടെ. അതെ, നമ്മൾ തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥം കണ്ടാൽ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ചോദിക്കുന്നയാൾ ഇതുവരെ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ചോദിക്കാനുള്ള ബുദ്ധി മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടാവണം. പ്രണയ് റോയ് മുതലായാലും ഇനി അങ്ങോട്ട് റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാർ ആയാലും ഇവരത് ചോദിക്കില്ല. നിങ്ങൾ സംസാരിക്കുന്നത് എന്ത് രാഷ്ട്രീയ ചരിത്രമുള്ള വോട്ടറോടാണെന്ന് ചോദിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റമുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ നടത്തിയ എൻ്റെ ഒരു 2 ട്രിപ്പുകളിൽ എനിക്ക് മനസ്സിലായത് അവിടെ UDF മണ്ഡലം, കോൺഗ്രസിന്റെ UDF മണ്ഡലമാണ്. അത് പണ്ട് ഞാൻ പഠിച്ച കോളേജാണ്, വിക്ടോറിയ കോളേജാണ്, പാലക്കാട് മണ്ഡലം. എനിക്ക് അതിന്റെ അവിടുത്തെ ബ്രാഹ്മണ തെരുവുകൾ അറിയാം. ബ്രാഹ്മണർ മുസ്ലിമായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിന് വോട്ടും ഈ പറയുന്ന ഓട്ടടയും ചമ്മന്തിപ്പൊടിയും ദോശയും കൊടുക്കുന്ന അഗ്രഹാരത്തിൽ കൊടുക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോ അതിന് തീർച്ചയായും ഇത്തവണ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശോഭന ഈ പറയുന്ന സുരേന്ദ്രൻ തന്നെ ആയിരുന്നോ ഏറ്റവും നല്ല കക്ഷി എന്ന് പോലും എനിക്ക് സംശയം തോന്നി. കാരണം അവര് എല്ലായിടത്തും പോകുമ്പോഴും വോട്ട് വർദ്ധിപ്പിക്കുന്നു, പക്ഷെ സ്വന്തം തട്ടകത്തിൽ വരുമ്പോൾ, അത് പാലക്കാട് അവരുടെ അടുത്ത ഭാഗമാണ്, അവരുടെ വോട്ട് നഷ്ടപ്പെടുന്ന ഒരു പ്രതിഭാസം ചിലപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അവർ വളരെ ഹൈലി റേറ്റഡ് കാൻഡിഡേറ്റ് ആണ്. ഷീസ് എ ഫയർ ബ്രാൻഡ്, വെരി വിട്രിയോളിക്. ഈ പറയുന്ന അസംബ്ലിയിൽ വന്നിരുന്നാൽ വലിയ ശശികലയെ പോലെ തന്നെ അപകടകരമായ വിദ്വേഷ പ്രചരണങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള സ്ത്രീയാണ്. അവർ തോൽക്കുക തന്നെ വേണം, പക്ഷെ തോൽക്കാൻ തന്നെയാണ് സാധ്യത. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ജയിക്കും. പക്ഷെ CPM പറയുന്നത് പോലെ ശ്രീ റാവുത്തരും പിഷാരടിയുമായിട്ടാണ് മത്സരം എന്നുള്ളത് അതൊരു തമാശയായിട്ട്. ഞാൻ താങ്കൾ പറഞ്ഞ ഇത് എല്ലാ സീറ്റിലും നോക്കുവാണെങ്കിൽ ഇവിടെ BJPക്കെതിരായിട്ടുള്ള നേരിട്ടുള്ള ഫൈറ്റ് ഇല്ല എന്ന് മാത്രമല്ല, പല സീറ്റുകളിലും സ്പോയിലർ എന്ന പരിപാടി നോക്കുന്നത് CPM ആണ്, ഇടതുപക്ഷമാണ് എന്നുള്ള ഒരു ദുഃഖകരമായ വസ്തുതയും കൂടെ ഇവിടെ ഇല്ലേ. മഞ്ചേശ്വരത്തിന്റെ കാര്യമാണെങ്കിലും പാലക്കാട്ടെ കാര്യമാണെങ്കിലും ഞാൻ കഴക്കൂട്ടവും നിയമവും കൂട്ടുന്നില്ല. പക്ഷെ ഈ നമ്മൾ 4 അല്ലെങ്കിൽ 5 എടുക്കുമ്പോൾ 3 നമ്മൾ ഇടതുപക്ഷം ഒരു സ്പോയിലർ റോളാണ്.
അല്ലല്ലോ, ഒരിക്കലും എവിടെ സ്പോയിലർ റോൾ? ശിവൻകുട്ടി എന്ത് സ്പോയിലർ റോൾ? താങ്കൾ എന്താണ് ഈ പറയുന്നത്? വളരെ 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 ദുഃഖകരമായ അച്ഛത തന്നെ ഞാൻ പറയുന്നു. എവിടെയാണ് സ്പോയിലർ? മാറ്റിവെച്ചാൽ താങ്കൾ, എനിക്കറിയാമത്, നിയമവും കഴക്കൂട്ടവും മാറ്റിവെച്ചാൽ വരുന്നത് വേറെ എവിടെയാണ്? പാലക്കാട് പാലക്കാട് വേണമെങ്കിൽ പറയാം, പാലക്കാട് വേണമെങ്കിൽ പറയാം, BJP വേണം. അല്ല, അങ്ങനെയാണെങ്കിൽ താങ്കൾ സ്പോയിലർ പറയുന്നുണ്ടോ? താങ്കളുടെ UDF നേതൃത്വത്തോട് പറയാമായിരുന്നില്ലേ? ഇവിടെയെല്ലാം ഇവിടെയെല്ലാം ടാക്ടിക്കൽ. താങ്കൾ പറയുന്നത് എവിടെയാണ്? താങ്കൾ പറയുന്നത് ഞങ്ങൾ പറയുന്നത് പാലക്കാട് മഞ്ചേശ്വരം. താങ്കൾ പറയുന്നത് പാലക്കാട് മഞ്ചേശ്വരമല്ലേ? അതല്ലേ ഉദ്ദേശിക്കുന്നത് താങ്കൾ? താങ്കൾ പറഞ്ഞത് തൃശ്ശൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കാതെ നിൽക്കണമെന്നും. താങ്കൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? തൃശ്ശൂർ എത്ര തവണ VV രാഘവൻ ജയിച്ച മണ്ഡലമാണ്. അവിടെ CPIയുടെ സ്ഥാനാർത്ഥി മോശമായി. അതുകൊണ്ട് അതിന് വളരെ വളരെ കോൺഗ്രസ് വക്താവ് പോലും ഇതുവരെ ഉന്നയിക്കാത്ത ചോദ്യമാണ് താങ്കൾ തൃശ്ശൂരിനെ കുറിച്ച് പറയുന്നത്. വളരെ ദുഃഖകരമാണ്. ശരി, സതീശൻ അദ്ദേഹം ഒരു ദുർബല കാൻഡിഡേറ്റ് ആണ്. അതുകൊണ്ട് ദുർബല കാൻഡിഡേറ്റ് അത് ബോധപൂർവം നടത്തിയെന്ന് ഞാൻ പറഞ്ഞോ? എന്ത് വിധം ബോധപൂർവം? ഞാൻ ചോദിക്കുന്നത് വിശാലമായ ഈ ബോധപൂർവം. ഇനി ഒരു കാര്യം കൂടെ പറയാം. ബോധപൂർവം നിർത്തിയതാണെങ്കിൽ അതിന്റെ ഗുണം രാജൻ പല്ലനാണ്. പത്മജിയാണ് തോൽപ്പിക്കുന്നത് CPI സ്ഥാനാർത്ഥി. താങ്കൾ തൃശ്ശൂര് വളരെ വളരെ അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഞാനതൊരു പൊതുവെ ഇൻഫറൻസ് പറഞ്ഞതേ ഉള്ളൂ. CPM സ്പോയിലർ റോൾ അല്ല കളിച്ചിട്ടുള്ളത്. 2 സ്ഥലങ്ങളിൽ അവർ BJPയെ തോൽപ്പിക്കാനുള്ള ഇതാണ് ചെയ്യുന്നത്. ശ്രീകലയെ തോൽപ്പിക്കുന്നത് ആരാണ്? വട്ടിയൂർക്കാവ്. BJPയെ തോൽപ്പിക്കുന്ന ആരാണ്? മുരളീധരനെ ജയിപ്പിക്കുന്ന ആരാണ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവണം. ഇടതുപക്ഷവും അല്ലെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയം തയ്യാറാണ്. രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും LDFും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ആരോപണം എനിക്ക് മനസ്സിലാക്കാം. അതിന് തയ്യാറാവാതെ ഞാൻ പറഞ്ഞ ഇതാണ്. കേരളത്തിൽ കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് വരെ ഞങ്ങളാണ് BJPയെ എതിർക്കുന്നത്, ദേശീയമായി എതിർക്കുന്നത്. അത് ഞാൻ യോജിക്കുന്നു. അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ BJPയെ ജയിപ്പിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയൊന്നും നിർത്തിയിട്ടില്ല. അത് പൊതുവെ അവരുടെ മൃദുബിന്ദുത്വ സമീപനം അവരെ സഹായിക്കുന്നുണ്ട്. അത് തീർച്ചയായും ഞാൻ തന്നെ പറയുന്നതിനേക്കാളും കൂടുതൽ BJPയെ എതിർക്കുന്നെന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ അത് പറയുന്നതെന്ന് മാത്രമല്ല. തീർച്ചയായിട്ടും താങ്കൾ യഥേഷ്ടം ഒരു കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ടു. അത് കുഴപ്പമില്ല. പക്ഷേ സ്പോയിലർ സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന് പറയാം. അത് ഒട്ടുമല്ല. എന്തുകൊണ്ടാണ് തലശ്ശേരിയിൽ അവർ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നതെന്ന് ആലോചിക്കാനുള്ള രാഷ്ട്രീയം താങ്കൾക്കില്ലേ? മഞ്ചേശ്വരത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി എന്തുകൊണ്ട് CPMന് ഇല്ലാഞ്ഞിട്ടാണ്? ഒരു കൊലപാതക കേസിലുള്ള സ്ഥാനാർത്ഥി ഒരാൾ പറയുന്നു അദ്ദേഹം യേശുവിനെ പോലെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് ഒരു ദിവസം അത് നമ്മൾ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. നന്ദി, നമസ്കാരം.